വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇതുപോലുള്ള ചില മനുഷ്യന്മാരുണ്ട് എന്നുള്ളതാണ്. ഇതാണ് പ്രതിരോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദീപ്തമായിട്ടുള്ള ഒരു രൂപവും ശബ്ദവും. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു പഠിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ പക്ഷേ പ്രത്യേകമായൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും വംശീയ അജണ്ടയുടെയും പേരിൽ പലവിധ സംഘർഷങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതര മത സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വലിയൊരു മാതൃക തീർത്തിരിക്കുകയാണ് ദീപക് അക്കി കുമാർ. ഉത്തരാഖണ്ഡിൽ ഒരു കൊച്ചു ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഒരു വൃദ്ധനായ ഹാജി സൽമാൻ എന്നൊരു വ്യക്തിയുടെ കടയിലേക്ക് ഇരച്ചു കയറുകയാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ. ആ സാധാരണക്കാരന്റെ കട തല്ലി തകർക്കാൻ വേണ്ടി കലി തുള്ളിയപ്പോഴാണ് തൊട്ടടുത്ത് ജിംനേഷ്യം നടത്തുന്ന ദീപക് അവിടേക്ക് കയറി ചെല്ലുന്നത്, അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ആരായുന്നത്. അപ്പോൾ ആ ഫാസിസ്റ്റ് ഭീകരരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കടയ്ക്ക് അവിടെ ബാബ എന്ന് പേരിട്ടതിലാണ്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിന് ബാബ എന്ന് പേരുള്ളത് കൊണ്ട് തന്നെ ആ ഷോപ്പിന് ആ നാമം നൽകാൻ കഴിയില്ലെന്നും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുമുള്ള ആഹ്വാനങ്ങൾ നടത്തുകയാണ്. പക്ഷേ ദീപക്കിനെയും ആക്രമിക്കാൻ മുതിരുന്ന ആ ഭീകരർ ചോദിക്കുന്നത് നിന്റെ പേരെന്താണ് എന്നാണ്. അവിടെ ദീപക് തന്റെ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞു. തന്റെ പേര് മുഹമ്മദ് ദീപക്. ഞൊടിയിടയിൽ തന്റെ സാഹോദര്യ രാഷ്ട്രീയം അദ്ദേഹം വിളിച്ചു പറയുകയാണ്. കലി പൂണ്ടു നിൽക്കുന്ന വംശീയ വെറിയന്മാർക്കെതിരെ ഉറച്ചു നിന്ന് തന്റെ സഹോദര സമുദായത്തിലെ ഒരു വ്യക്തിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്ന പ്രസ്താവന ഈ രാജ്യത്തിന് മാതൃകയാണ്. ആനുകാലിക ഇന്ത്യയിൽ ദീപക് അക്കികുമാർ നടത്തുന്ന ഈ രാഷ്ട്രീയ പ്രസ്താവന സമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന വലിയ ഒരു സന്ദേശം തന്നെയാണ്. എന്റർടൈൻമെന്റ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ ചാനലിൽ ഈ രാഷ്ട്രീയം പറയുന്നത് ഇത് കാണുന്നത് മില്യൺ കണക്കിന് ആളുകൾ കാണും എന്ന് ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ 100 ആളുകളാണ് കാണുന്നതെങ്കിലും അതിലെ 10 പേർ ആനുകാലിക ഇന്ത്യയിലെ ഈ ചെറുത്തുനിൽപ്പിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് സമാധാന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറാനും വംശീയ വെറിയുടെ ആളുകളെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കട്ടെ. കേരളത്തിൻ്റെ സ്നേഹം ആവോളം നൽകിയ ജോൺ ബ്രിട്ടാസ് എംപിക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. ദീപക് എന്നുള്ള വ്യക്തി, ദീപകിന്റെ സ്നേഹിതൻ, ഇവർ രണ്ടുപേരും നൽകിയിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് ദേശസ്നേഹത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ, വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരെ ഏവരും നിൽക്കണമെന്നുള്ളൊരു സന്ദേശമാണ്. മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രങ്ങൾക്കെതിരെ അചഞ്ചലമായി നമ്മുടെ ദീപക് നിന്നു.